മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ സഹിതം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിജു, സന്ധ്യ ഇവരാണ് കുടുങ്ങിക്കിടക്കുന്നത്, 2 പേർ. അപ്പോൾ ഒരു അതെ, അതെ. കോൺക്രീറ്റ് സ്ലാബ് ഇവരുടെ ദേഹത്തേക്ക് വന്ന് പതിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അവർ സംസാരിക്കുന്നുണ്ട്. ആ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ച് ഇവരെ പുറത്തേക്ക് എടുക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതാണിപ്പോൾ നടക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അതിൽ കൂടുതൽ വിദഗ്ധരായ ആൾക്കാർ എത്തേണ്ട സ്ഥിതി ഉണ്ടോ മിനിസ്റ്റർ? അത് NDRFന്റെ ടീമിനെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത്. അവരുടെ ടീം പുറപ്പെട്ടിട്ടുണ്ട്. അവർ കാർഷിക സംഭവ സ്ഥലത്ത് എത്തും. അവരാണല്ലോ ഇപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്ന ഒരു അതെ മിനിസ്റ്റർ, അതെ മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസവും മണ്ണിടിച്ചിലുണ്ടായ അതേ ഇടത്താണ് ഈ മണ്ണിടിഞ്ഞത്. അവിടെ നിന്നും മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. അവിടെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ അങ്ങോട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദിവസങ്ങളായി തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപങ്ങളുണ്ടായ അതേ സ്ഥലത്താണ് ഈ മണ്ണിടിഞ്ഞത് എന്ന് നാട്ടുകാരടക്കം പറയുന്നു മിനിസ്റ്റർ. യെസ്, മന്ത്രിയുടെ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ റേഞ്ച് കുറവുള്ള ഭാഗത്തു നിന്നാണ് മിനിസ്റ്റർ സംസാരിച്ചത്. മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് 1 മണിക്കൂറിനകം അല്ലെങ്കിൽ ഒരു 45 മിനിറ്റിനകം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ NDRF സംഘം അവിടെ എത്താറായിട്ടുണ്ട് എന്ന് ലാൽകൃഷ്ണൻ, നമ്മുടെ പ്രതിനിധി, അറിയിക്കുകയും ചെയ്തിരുന്നു. 22 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ഇടത്താണ് ഈ രീതിയിലുള്ളൊരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വീടുകൾ തകർന്നു. ആ വീടുകൾക്കടിയിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ആശങ്കയാവുന്നത്, വലിയ പ്രതിസന്ധിയാവുന്നതും അതുതന്നെയാണ്. പക്ഷേ അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അലൻ, നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടറാണ് അലൻ. ദൃശ്യങ്ങളിൽ കാണാം അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ബിജുവും സന്ധ്യയുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും, അല്ലേ? അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ സമയം പുറത്തേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വ്യക്തമായി കാണുന്നത് പോലെ അവിടെ മറ്റേ ഫയർഫോഴ്സ് സംഘം ആ ഭാഗം പൊളിച്ചിരുന്നു. ആ ഭാഗം കമ്പി ഉപയോഗിച്ച് പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവിടെ നിന്നും ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം, ഇവരുമായി സംസാരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു പകുതി ഭാഗം വരെയും ഇറങ്ങി ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിനുശേഷം അവരെ പുറത്തേക്ക് എടുക്കുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അല്പസമയത്തിനകം അവരെ പുറത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തൊട്ട് താഴെ 2 ഭാഗങ്ങളിലായി JCB അടക്കം എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നും ഈ JCB ഉപയോഗിച്ച് ഈ സ്ലാബ് ഉയർത്തി ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്ന ഒരു ശ്രമം. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ജാക്കി സ്പാൻ ഉപയോഗിച്ചുള്ള ഒരു ശ്രമം നടത്തിയത്. ആ ശ്രമം നടത്തി ഈ സ്ലാബ് പൊക്കി വെച്ചതിന് ശേഷമാണ് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ ഈ സ്ലാബ് ഉയർത്തിയിട്ടുണ്ട്. ഈ ഉയർത്തിയ സ്ലാബിനടിയിൽ നിന്നും അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ് സംഘം ആ വീടിന്റെ മേൽഭാഗം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഫയർഫോഴ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകൾ അവിടെ കയറി നിൽക്കുകയാണ്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ അവസ്ഥ നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഭാഗം, ഈ ഒരു മേഖലയിൽ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിൽക്കുന്ന മറ്റുള്ള ആളുകളെ നീക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് തൊട്ടു മുകളിലായി വീണ്ടും ഇടിഞ്ഞ് പോരാൻ തക്ക നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അലനൊരു സംശയം, അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിൽ, അതിന് പിന്നാലെ തന്നെ ഇതിൽ മണ്ണിടിച്ചിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാറി താമസിക്കണം എന്ന് ഈ മേഖലയിലുള്ള എല്ലാവരോടും പറഞ്ഞതല്ലേ? ഇപ്പോൾ അത് അങ്ങനെ മാറി താമസിക്കാത്തവരാണോ ഈ അപകടത്തിൽപ്പെട്ടത്? ഇല്ല, അവിടെയാണ് നമുക്കൊരു ആശങ്ക സംഭവിച്ചിട്ടുള്ളത്. അതായത് ദേശീയപാത അധികൃതർ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. അതായത് അവർ ഇന്നലെ ഈ മണ്ണിടിഞ്ഞപ്പോൾ ഈ പാത അടയ്ക്കുകയും ഇവിടെ മണ്ണ് മരുന്ന് പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ അവർക്ക് ഈ മേഖലയിൽ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടതായും വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഭാഗത്തുനിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇന്ന് വൈകിട്ടാണ് അടിമാലി പഞ്ചായത്ത് അധികൃതർക്ക് ഈ ഓഫീസ് സമയത്തിന് ശേഷം ഒരു കത്ത് ലഭിക്കുന്നത്. ആ കത്തിൽ ഈ പ്രദേശം ഒരു മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതായും ഈ പ്രദേശത്തെ 25ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഇവരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഈ നിലവിൽ
ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ ബിജുവും ഭാര്യ സന്ധ്യയും ഇവിടെ നിന്നും പുറത്തേക്ക് പോയിരുന്നു. ഇവരെ ക്യാമ്പിലേക്ക് മാറും എന്ന് ഉറപ്പിച്ചിരുന്നു. ഈ ക്യാമ്പിലേക്ക് മാറുന്നതിന് മുമ്പ് അത്യാവശ്യ രേഖകളും മറ്റു വസ്തുക്കളും എല്ലാം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ തിരികെ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് ക്യാമ്പിലേക്ക് പോകും എന്ന് തൊട്ട് അയൽവാസികളോട് പറഞ്ഞതായി നമ്മളോട് അയൽവാസികൾ പറയുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലേക്ക് പോവുകയാണ് എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇവർ വീട്ടിലേക്ക് കയറി. നിമിഷങ്ങൾക്കകമാണ് വലിയ ശബ്ദത്തോടു കൂടി ഈ ഒരു ഭാഗത്തെ മല പൂർണ്ണമായും ഇടിഞ്ഞ് ഈ വീടിന് മുകളിലേക്ക് പതിച്ചപ്പോൾ തന്നെ ഇതിന്റെ കോൺക്രീറ്റ് വീടാണ്. ഈ കോൺക്രീറ്റ് വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. നിലം പൊത്തിയതോടുകൂടി ബിജുവും സന്ധ്യയും ഉള്ളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ്, അങ്ങനെയാണ് അലനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.